പ്രിയങ്ക കേസിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് പ്രിയങ്ക പോലീസിനോട് തട്ടിക്കയറുന്നതും ബാരിക്കേഡിനിടയിൽ കൂടി അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ തടയാൻ ഗാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശ്രമം തടയാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകും. ഇപ്പോൾ കേസിന്റെ വനിതാ നേതാക്കൾ, പ്രിയങ്ക അടക്കമുള്ള വനിതാ നേതാക്കളാണ് ബാരിക്കേഡിന് മുകളിൽ കൂടി കയറാനുള്ള ശ്രമം നടത്തുന്നത്. അതിനെ പ്രതിരോധിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത്, അതായത് മറുവശത്ത് ജലപീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രിയങ്ക അടക്കമുള്ളവരുടെ നേതാക്കളെ തടയാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ സംഘർഷഭരിതമാണ് കഴിഞ്ഞ 1 മണിക്കൂറിലധികം നിയമസഭയുടെ മുൻവശം. നിയമസഭയുടെ അകത്ത് ചർച്ചകൾ നടക്കുമ്പോൾ, നിയമസഭയുടെ അകത്ത് മറ്റൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ പുറത്ത് സംസ്ഥാനത്തെ പോലീസ് അതിക്രമം ഉയർത്തിക്കാട്ടിക്കൊണ്ട് KSU നിയമസഭാ റോഡിന് മുൻപിലെ ബാരിക്കേഡിന് മുൻപിൽ അവരുടെ ശക്തി പ്രകടനം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം അത് നടത്തുകയാണ്. പിരിഞ്ഞു പോകുന്നില്ല. പലതവണ 16ലധികം തവണ KSU പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പക്ഷേ പോലീസിന് നേരെ പ്രകോപനമുണ്ടായി. ഇത്രയും പ്രകോപനമുണ്ടായി പോലീസ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് തന്നെ പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്താൽ വീണ്ടും നിയമസഭ നടക്കുന്ന ഒരു സമയത്ത് അത് പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി, സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി അതിനെ ഉയർത്തും. സഭയ്ക്കകത്ത് അത് ക്യാമ്പയിനാക്കും എന്നുള്ളത് സർക്കാരിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ പോലീസിനോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മാർച്ചിൽ മുൻപിൽ നിന്ന് കമാൻഡ് ചെയ്താൽ മതി, അത് നിർദ്ദേശിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോയതനുസരിച്ചുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നു. 1 മണിക്കൂറിലധികം സമയമായി നിയമസഭയ്ക്ക് മുൻപിൽ കാര്യമായിട്ടുള്ള പ്രതിഷേധം KSU ഉയർത്തുന്നുണ്ട്. K മുരളീധരനായിരുന്നു ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് വീണ്ടും തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗങ്ങൾ അത് നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഒരു മതിൽ ചാടി ഒരു പ്രവർത്തകൻ പോകാനുള്ള നീക്കം നടത്തി. പക്ഷേ അതിനെ പോലീസ് പ്രതിരോധിച്ചു. വീണ്ടും കല്ലേറുണ്ടാകുന്നു പോലീസിന് നേരെ. തുടർച്ചയായി കല്ലേറും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക്, അതീവൻ ടിയർ ഗ്യാസായി പോലും പോലീസ് പോകുന്നില്ല. ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവും നിന്ന് ആ രീതിയിൽ മണിക്കൂറുകൾ നീണ്ട സമരമായി ഇത് മാറുന്നുമുണ്ട്. 16ഓളം തവണ പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടാകുന്നുണ്ട്. 16ഓളം തവണ ഈ പ്രൊവോക്കേഷൻ നടത്തുന്ന, അവരെ പോലീസിനെ പ്രൊവോക്ക് ചെയ്യുന്ന ചില നീക്കങ്ങൾ കാണാം. ഈ വനിതാ KSU പ്രവർത്തകർ ഗാർഡൊക്കെ തകർത്തുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുന്നു. പോലീസിന് നേരെ കല്ലെറിയുന്നു. ഒരു KSU പ്രവർത്തകൻ ആ വനിതാ നേതാവിന്റെ കയ്യിലേക്ക് ഒരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെടുത്തു വെച്ച് എറിയാനോ ഇടിക്കാനോ ആയിരിക്കാം പറയുക. ആ രീതിയിൽ സമരങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പറത്തിക്കളയുന്ന കണക്കെയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്റെ എണ്ണം കണക്ക് 16 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അടിയന്തര പ്രമേയ ചർച്ചയിൽ വേണ്ടത്ര ഹൈപ്പ് ബെൽക്കെ പ്രതിപക്ഷത്തിൽ നേടാനായില്ല എന്ന വിമർശനവും ആക്ഷേപമൊക്കെ നേരിടുന്നതിനിടെ സഭയ്ക്ക് പുറത്തും വിഷയം കത്തിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം തലസ്ഥാനത്ത് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.